വാട്സപ്പിൽ ഇതാ വീണ്ടും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ 2026 ഇപ്പോൾ തുടങ്ങാതായി. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം 2025 ഇപ്പോൾ ഡിസംബറാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് 2026 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കും വാട്സപ്പിൽ 2026 ന്യൂ ഇയർ സ്റ്റിക്കറും പിന്നെ വാട്സപ്പിൽ വന്ന ഒരു 2026 ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റും ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് കാര്യം എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് വെൽക്കം ടു MK ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നായിട്ട് നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് വെർഷനാണെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് അപ്ഡേറ്റ് വെർഷൻ അല്ലായിരുന്നു. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന 2 ഫീച്ചറുകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ആകുന്നതുവരെ കാത്തിരിക്കുക. അപ്ഡേറ്റ് അല്ലാത്തവർ അപ്ഡേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങളെ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതിലാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. 2025-26 അങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക. 3-4 ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വരുന്ന സൈസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈസ് മാറ്റാം. കണ്ടില്ലേ, ഇങ്ങനെ ഈ രൂപത്തിലാക്കാം. ഇതാണ് നോർമലായിട്ട് വരുന്ന രൂപം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രൂപത്തിലാക്കാം, അല്ലെങ്കിൽ ഈ രൂപത്തിലാക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഈ രൂപം സെലക്ട് ചെയ്യാം. ശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാപ്ഷനൊക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. ഇവിടെ ക്യാപ്ഷൻ കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കറോ ജിഫുകളോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളിവിടെ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളെ 2026 ന്യൂ ഇയർ ഉള്ളതുപോലെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ വാട്സപ്പ് ഒന്ന് പോയി അപ്ഡേറ്റ് ചെയ്യാൻ. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ 2026 മാറ്റുകയാണ്. വേണമെങ്കിൽ 2026 ആക്കാം, അല്ലെങ്കിൽ അത് മാറ്റിക്കളയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ഇതായിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോയിൽ എവിടെ വേണോ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. വീണ്ടും നിങ്ങൾ ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഓപ്ഷൻ, ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും 2026 ആ ഇമേജ് അത്തരത്തിലുള്ള ഇമേജ് വീണ്ടും വന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ആ സ്റ്റിക്കർ വീണ്ടും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 2-3 ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഞാൻ റണ്ണ് കൊടുത്തിട്ടുണ്ട്. റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് സ്റ്റിക്കർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സ്റ്റിക്കർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ സെൻഡ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ സ്റ്റാറ്റസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വാട്സപ്പിൽ വരാൻ പോകുന്ന
ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ന്യൂ ഇയർ ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേറ്റ്. ഇനി ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇത് ആനിമേഷൻ സ്റ്റിക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. എനിക്ക് നോക്കി ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ആ അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അപ്ഡേറ്റ് വരണം വരെ കാത്തിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചും ഇങ്ങനെ സുഹൃത്തുക്കൾക്ക് 2026 ആനിമേഷൻ സ്റ്റിക്കർ അയച്ചു കൊടുക്കുന്ന അപ്ഡേറ്റ് ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കുന്നതാണ്. എത്ര ഫോട്ടോ വേണോ നമുക്ക് ആഡ് ചെയ്യാം, 6 ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആനിമേഷൻ 2026 ആനിമേഷൻ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ നമുക്കിഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് നമ്മളെ സ്റ്റാറ്റസ് ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു നല്ല അപ്ഡേറ്റാണ് വാട്സപ്പ് ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളം അംശം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.